ഇന്നൊരു നോമ്പ് കഞ്ഞിയുടെയും പിന്നെ ഒരു ഒറ്റ മസാല വെച്ചിട്ട് തന്നെ 2 ഐറ്റം സ്നാക്സും തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഞാനതാ കഞ്ഞിക്ക് ആവശ്യമുള്ള രമ്പലും പച്ചമുളകൊക്കെ എടുക്കുകയാണ്. തൊണ്ടൻ മുളക് ഇടുന്നതായിരിക്കും കഞ്ഞിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ പൊതുവേ കിട്ടുന്നൊരു മുളകാണ് കേട്ടോ ഈ ഒരു തൊണ്ടൻ മുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഒരു 10-25ഓളം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഫുള്ളായിട്ട് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലി ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. കഞ്ഞിക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ ചേർക്കാവും. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതൊക്കെ ഞാൻ ഒരു ചോപ്പറിലോട്ടൊന്ന് മാറ്റിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഈ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഐറ്റംസ് ഒന്നും മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതാ ഒരു 3/4 കപ്പോളം ചെമ്പാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പച്ചരിക്ക് പകരമായിട്ട് നമ്മൾ ബിരിയാണിക്ക് വയ്ക്കില്ലേ റൈസ്, കൈമ റൈസ്, അതെടുത്താലും നല്ലൊരു മണമായിരിക്കും കേട്ടോ കഞ്ഞിക്ക്. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ചെമ്പാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2-3 കഷ്ണം പട്ടയും 2 കഷ്ണം സ്റ്റാർ അനീസിൽ തക്കോലും അതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു രമ്പലയും 2 തൊണ്ടൻ മുളകും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 3-4 എണ്ണമൊക്കെ ആകാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തെടുക്കണം. ഉലുവ ചേർത്തെടുക്കണേ കഞ്ഞിക്ക്, അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ആദ്യം 1 വിസിൽ, പിന്നെ അതിന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 7-8 വിസിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറൊക്കെ തന്നെ ഒന്ന് റിലീസ് ആയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊരു തവി കൊണ്ടൊന്ന് ഉടച്ചൊന്നെടുക്കണം കഞ്ഞി. പിന്നെ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയൊരു മുറി തേങ്ങയാണ് ചിരകിയത്. 3/4 കപ്പ് അരിക്ക് ഒരു ചെറിയൊരു മുറി തേങ്ങ ചിരകിയതെടുക്കാം. അപ്പോൾ തേങ്ങ ഒരുപാട് കൂടിപ്പോയാലും കഞ്ഞി കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 8-10 ചെറിയുള്ളിയും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒരുപാടാകാനും പാടില്ല, എനിക്ക് വല്ലാത്തൊരു കുത്തിരി ഫീൽ ചെയ്യും കഞ്ഞിക്ക്. ഞാൻ അത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാനായിട്ട് ഒരു സ്മാഷർ കൊണ്ടിട്ട് എന്നിട്ട് നന്നായിട്ട് കഞ്ഞി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്കിനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കഞ്ഞിയുടെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് കുറച്ച് കട്ടിക്ക് കുടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇത്തിരി അത്യാവശ്യം ലൂസോട് കൂടി കുടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കണേ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളപ്പിക്കാനേ പാടില്ല, ജസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നോമ്പ് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ അധികം നമ്മൾ മസാലയോ അങ്ങനെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു കഞ്ഞിയാണ്, കുടിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു രീതിയിൽ. പിന്നെ ചെയ്യുന്നത് നമുക്ക് ഒരു മുട്ട വെച്ചിട്ട് 1-2 സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 സവാള, ഒരു മീഡിയം സൈസുള്ള 3 സവാള, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ഒരു ചോപ്പറിലേക്ക് മാറ്റിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു കടായി വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ ചേർത്തെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഒരു പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങി ഒന്ന് തൊലി കളഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാകും. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഈ ഒരു മസാലയുടെ അളവൊന്നും കൂടേണ്ട ആവശ്യമില്ല. ഒത്തിരി ആയിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇത്രയും മാത്രം മതി. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റോ ഒന്ന് ഉടച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മസാല റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ പുറത്തൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒരു 4-5 സമൂസ ഷീറ്റിൽ അതെടുത്തിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരൊറ്റ മസാല വെച്ചിട്ട് നമ്മൾ 2 ടൈപ്പ് സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരു 3 മുട്ട ഒന്ന് പുഴുങ്ങി 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2ആയിട്ട് മുറിക്കട്ടെ, എനിക്ക് ഒത്തിരി വലുതായി പോകും, കഴിക്കാനൊരു സുഖം കാണില്ല. അപ്പോൾ ഒരു 4 പീസസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞ വേണ്ടാന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ മഞ്ഞ എടുത്ത് മാറ്റാം. അപ്പോൾ അത് ആ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് തൊടാൻ പാകത്തിനും തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ചെറിയ ഓരോ ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിടിച്ചൊന്നിങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് നടുക്കൊന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്നെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മുട്ടയുടെ പീസൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മുട്ട ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഒതുക്കി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുട്ടയുടെ വെള്ള പുറത്ത് കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പുറം ഭാഗത്ത് ഒരു മസാല വെച്ചിട്ട്
ഇനി ഇതാ ഞാൻ വേറൊരു ബൗളിലോട്ട് ഒരു 2 ടീസ്പൂൺ മൈദയിലോട്ട് ഒരു ആവശ്യം പോലെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ബാറ്ററിലോട്ട് നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട കട്ട്ലേറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ അതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നമുക്ക് ഇതുപോലെ സമൂസ ഷീറ്റിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഒട്ടി പിടിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ. അത് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തതിൽ ഈ ഒരു 3 എണ്ണം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ അധികം നമുക്കത് കോട്ടാനായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അത് സമൂസ ഷീറ്റ് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഞാൻ ബാക്കി കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ മുട്ട പൊട്ടിത്തെറിച്ചത് ഒരു ഷേപ്പ് വെച്ചിട്ട്. എനിക്ക് അതിൻ്റെ മസാലയും കറക്റ്റ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞത് ഞാൻ മുട്ട കട്ട്ലേറ്റ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം അത് ഞാൻ ഇതുപോലെ ഈ ഒരു പൊടി എന്ന് പറയുന്നത് ബ്രെഡ് ക്രംസ് അല്ല, കോൺഫ്ലെക്സ് ഇല്ല, അത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണേ അത് പൊടിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കതും ആ ഒരു അതേ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ട് ആ ഒരു മാവ് ബാറ്ററിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം ഈ ഒരു കോൺഫ്ലെക്സിൽ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു അരമണിക്കൂറത്തേക്ക്. പിന്നെ ഒരു വൈകിട്ട് ഒരു 6:15 ആയ സമയത്ത് നമുക്ക് 6:30 ആകുമ്പോൾ നോമ്പ് തുറക്കുക. ഒരു 6:34 കേട്ടോ നോമ്പ് തുറക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6:15 ആയ സമയത്താണ് ഞാനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കടായിലേക്ക് ആവശ്യം പോലെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഓരോ ബോൾസായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നായി വരുന്ന സമയത്ത് തിരിച്ച് വെച്ച് കൊടുക്കണേ. അപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് അങ്ങനെ സോസൊക്കെ കൂട്ടി കഴിക്കാനെങ്കിൽ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. മുട്ട കഴിക്കുന്നവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും. ഞാൻ മുട്ട കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്ക് അറിഞ്ഞൂടാ. മക്കൾ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മറ്റേതും കുഴപ്പമില്ല, ഒരു കട്ട്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഓൾറെഡി അകത്ത് നമ്മൾ ചിക്കനും ബീഫിനൊക്കെ പകരമായിട്ട് മുട്ട വെച്ചിട്ടുണ്ടെന്നുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഒരു സിമ്പിൾ സ്നാക്സും ഈ ഒരു നോമ്പ് കഞ്ഞിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.